വചനം 234. വല്ലദീന, യാതൊരു കൂട്ടർ, യുതവഫൗന, അവർ മുഴുവനുമായി പിടിച്ചെടുക്കപ്പെടുന്നു, മരിക്കുന്നു, മിൻകും, നിങ്ങളിൽ നിന്ന്, വയദറൂന, അവർ വിട്ടേക്കുകയും ചെയ്യുന്നു, അസ്വാജൻ, ഇണകളെ, ഭാര്യമാരെ, യതറബ്ബസ്ന, ആ സ്ത്രീകൾ കാത്തിരിക്കണം, ബി അൻഫുസിഹിന്ന, അവരുടെ ദേഹങ്ങളുമായി, സ്വന്തങ്ങളും കൊണ്ട്, അർബഅത അഷ്ഹുരിൻ, 4 മാസങ്ങൾ, വഅശ്റ, ഒരു 10 ദിവസവും, ഫഇദാ ബലഗ്ന, എന്നിട്ട് അവർ എത്തിയാൽ, പ്രാപിച്ചാൽ, അജലഹുന്ന, അവരുടെ അവധി, ഫലാ ജുനാഹ, അപ്പോൾ തെറ്റില്ല, അലൈക്കും, നിങ്ങളുടെ മേൽ, ഫീമാ ഫഅൽന, അവർ ചെയ്യുന്നതിൽ, ഫീ അൻഫുസിഹിന്ന, അവരുടെ സ്വന്തം കാര്യങ്ങളിൽ, ദേഹങ്ങളെപ്പറ്റി, ബിൽ മഅറൂഫി, മര്യാദപ്രകാരം, ആചാരപ്രകാരം, വല്ലാഹു, അല്ലാഹു, ബിമാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി, ഖബീറുൻ, സൂക്ഷ്മമായി അറിയുന്നവനാണ്. والذين يتوفون منكم ويذرون أزواجا يتربصن بأنفسهن 4 أشهر وعشرا فإذا بلغن أجلهن فلا جناح عليكم فيما فعلن في أنفسهن بالمعروف والله بما تعملون خبير. നിങ്ങളിൽ നിന്ന് യാതൊരു കൂട്ടർ മരിക്കുകയും ഭാര്യമാരെ വിട്ടേച്ച് പോകുകയും ചെയ്യുന്നുവോ, അവരുടെ ശേഷം അവർ അഥവാ ആ ഭാര്യമാർ അവരുടെ ദേഹങ്ങളുമായി 4 മാസവും ഒരു 10 അഥവാ 10 ദിവസവും കാത്തിരിക്കണം. എന്നിട്ട് അവർ തങ്ങളുടെ അവധി പ്രാപിച്ചാൽ, അപ്പോൾ അവർ തങ്ങളുടെ ദേഹങ്ങളുടെ കാര്യത്തിൽ ആചാരമര്യാദയനുസരിച്ച് ചെയ്യുന്നതിൽ നിങ്ങളുടെ മേൽ തെറ്റില്ല. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. വചനം 234 വിശദീകരണം. തവഫ എന്നാൽ നിറവേറ്റുക, പൂർത്തിയാക്കുക, മുഴുവൻ എടുക്കുക എന്നൊക്കെയാണ് വാക്കർത്ഥം. ഒരാൾ മരണപ്പെടുന്നത് അയാളുടെ ആയുഷ്കാലം അല്ലാഹു പൂർത്തിയാക്കുമ്പോഴാണല്ലോ. അതുകൊണ്ട് മരണപ്പെടുക എന്ന ഉദ്ദേശ്യത്തിൽ ആ ധാതുവിൽ നിന്നുള്ള പദങ്ങൾ ഉപയോഗിക്കപ്പെടുക സാധാരണമാണ്. മരണപ്പെടുക എന്ന അർത്ഥത്തിൽ കാലം കഴിഞ്ഞു, കാലഗതി പ്രാപിച്ചു എന്നും മറ്റും മലയാളത്തിൽ പറയപ്പെടാറുള്ളതുപോലെ അറബിയിലുള്ള ഒരു പ്രയോഗമാണിത്. അഷിർ എന്ന വാക്കിന് 10 എന്നേ വാക്കർത്ഥമുള്ളുവെങ്കിലും ഉദ്ദേശ്യം 10 ദിവസം എന്നാകുന്നു. ദിവസങ്ങളാണ് ഉദ്ദേശ്യമെന്ന് മനസ്സിലാക്കാവുന്ന സന്ദർഭങ്ങളിൽ എണ്ണം പറഞ്ഞു മതിയാക്കൽ അറബിയിൽ പതിവുള്ളതാണ്. അദ്ധ്യായം 20 വചനം 103 ഇങ്ങനെ ഉപയോഗിച്ച് കാണാം. ഭർത്താക്കൾ കാലഗതി പ്രാപിക്കുമ്പോൾ അവരുടെ ഭാര്യമാർ 4 മാസവും 10 ദിവസവും ഇദ്ദ ആചരിക്കേണ്ടതുണ്ട്. അതുകഴിഞ്ഞാൽ അവർക്ക് സദാചാര മര്യാദകൾക്ക് വിരുദ്ധമല്ലാത്ത വിധം അവരുടെ ഭാവി കാര്യം തീരുമാനിക്കാവുന്നതാണ്. അതിൽ അവരെ മുടക്കം ചെയ്യാൻ പാടില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ഭർത്താക്കളെ സ്വീകരിക്കുകയോ തൽക്കാലം വിവാഹം വേണ്ടെന്ന് വെക്കുകയോ യുക്തം പോലെ ചെയ്യാം എന്ന് സാരം. ഇദ്ദാകാലങ്ങളിൽ വിവാഹവും വിവാഹാലോചനയും വിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ഭർത്താവിൻ്റെ മരണത്തെ തുടർന്നുള്ള ഈ ഇദ്ദയിൽ സൗന്ദര്യാലങ്കാരങ്ങൾ ഉപയോഗിക്കപ്പെടുന്നതും വിലക്കപ്പെട്ടിരിക്കുന്നു. വിലക്കുകളെല്ലാം ഇദ്ദയോടൊപ്പം അവസാനിക്കുന്നു. ഭർത്താവ് മരണപ്പെട്ടാൽ 1 കൊല്ലം വരെ സ്ത്രീകൾ അതിദയനീയമായ നിലയിൽ ദുഃഖാചരണം നടത്തുന്ന സമ്പ്രദായമായിരുന്നു ജാഹിലിയ കാലത്തുണ്ടായിരുന്നത്. അതുവരെ നിന്ദ്യവും മലിനവുമായ വസ്ത്രം ധരിച്ച് കൂട്ടുകുടുംബങ്ങളുമായി സമ്പർക്കം പാടില്ലാതെ വല്ല കുടിലിലോ മറ്റോ വീട്ടുമൃഗങ്ങൾ കണക്കെ കഴിഞ്ഞുകൂടേണ്ടിയിരുന്നു. അതോടൊപ്പം കുറേ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ആചരിക്കുകയും വേണ്ടിയിരുന്നു. ഇസ്ലാമാകട്ടെ ഇദ്ദയുടെ കാലം അതിൻ്റെ 1/3 ചുരുക്കുകയും ദുഃഖാചരണത്തിലെ നിരർത്ഥകമായ മാമൂലുകളെല്ലാം ഇല്ലാതാക്കുകയും ചെയ്തു. സൗന്ദര്യാലങ്കാരങ്ങളിൽ നിന്നും വിവാഹാലോചനകളിൽ നിന്നും ഒഴിവായാൽ മതിയെന്നും നിശ്ചയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു സ്ത്രീയും തന്നെ ഭർത്താവിൻ്റെ പേരിൽ 4 മാസവും 10 ദിവസവുമല്ലാതെ
മറ്റാരെങ്കിലും മരണപ്പെട്ടതിൻ്റെ പേരിൽ 3 ദിവസത്തിലധികം ദുഃഖാചരണം നടത്തുന്നത് അനുവദനീയമാകുകയില്ല. ബുഖാരി, മുസ്ലിം. ഭർത്താവിൻ്റെ മരണത്തെ തുടർന്നുള്ള ഇദ്ദ 4 മാസവും 10 ദിവസവുമാണെന്നുള്ളതിൽ സ്ത്രീകളുടെ ചെറുപ്പവലിപ്പമോ സംയോഗം നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നോ മറ്റോ ഉള്ള വ്യത്യാസമൊന്നുമില്ലെന്നാണ് ആയത്തിൽ നിന്ന് വരുന്നത്. വിശദാംശങ്ങളിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ട് താനും. എന്നാൽ ഈ വിധിയിൽ നിന്ന് ഗർഭിണികൾ ഒഴിവാണെന്നും അവരുടെ ഇദ്ദ ഗർഭം പ്രസവിക്കുന്നതുവരെ മാത്രമാണെന്നും സൂറത്തു ത്വലാഖ് 4-ാം വചനത്തിൽ നിന്ന് വ്യക്തമാണ്. സഅദ് ഇബ്നു ഖൗല റളിയല്ലാഹു അൻഹു മരണമടയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ സുബൈഇയ്യ ഗർഭിണിയായിരുന്നുവെന്നും അധികം താമസിയാതെ അവർ പ്രസവിക്കുകയും അതോടെ അവരുടെ ഇദ്ദ അവസാനിച്ചതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിധി കൊടുക്കുകയും ചെയ്തുവെന്നും ബുഖാരിയും മുസ്ലിമും റഹ്മത്തുള്ളാഹി അലൈഹിമ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. വിവാഹമോചനത്തിനും ഭർത്താവിൻ്റെ മരണത്തിനും ശേഷം സ്ത്രീകൾ ഇദ്ദ ആചരിക്കുവാൻ നിയമിച്ചതിലടങ്ങിയ ഒരു പ്രധാന ഉദ്ദേശ്യം അവർക്ക് ഗർഭമുണ്ടോ എന്നറിയുകയാണ്. അതാകട്ടെ സാധാരണഗതിയിൽ 3-4 മാസം കൊണ്ട് അറിയപ്പെടുകയും ചെയ്യും. എന്നിരിക്കെ 4 മാസവും 10 ദിവസവുമെന്ന് ഇവിടെ ഇദ്ദകാലം കൃത്യമായി നിയമിച്ചതിൻ്റെ രഹസ്യമെന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അള്ളാഹുവിനറിയാം എന്നു മാത്രമേ നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ നമസ്കാരത്തിൻ്റെ എണ്ണം, ജക്കാത്തിൻ്റെ തോത്, ചില ദിക്റുകളുടെ എണ്ണം എന്നിങ്ങനെ പലതിൻ്റെയും നിർണയത്തിലടങ്ങിയ യുക്തിരഹസ്യം നമുക്കറിഞ്ഞുകൂടാത്തതായുണ്ട്. ചിലതിൽ ചില തത്വങ്ങൾ അടങ്ങിയതായി ഊഹിക്കുവാൻ നമുക്ക് കഴിയുമെന്നല്ലാതെ വസ്തുനിഷ്ഠമായി അവയെപ്പറ്റി തീരുമാനിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് തഅബ്ബുദി അഥവാ ആരാധനാപരമായ കാര്യം എന്ന് പറയപ്പെടുന്നു. ഈ ഇദ്ദയോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അടുത്ത വചനത്തിൽ അള്ളാഹു തുടർന്നു പറയുന്നു.